ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി. ഇന്നത്തെ ആരോഗ്യദീപ്തിയിൽ മഞ്ഞപ്പിത്തം, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് കൂടാളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വി സത്യനുമായി TK ഉണ്ണികൃഷ്ണൻ നടത്തിയ അഭിമുഖത്തിന്റെ തുടർന്നുള്ള ഭാഗമാണ്. മഞ്ഞപ്പിത്ത രോഗലക്ഷണം കാണിക്കുന്നതിന് 2 ആഴ്ച മുമ്പേയും ലക്ഷണം തുടങ്ങി 2 ആഴ്ചയ്ക്ക് ശേഷവും രോഗാണുക്കൾ വിസർജിക്കപ്പെടുന്നുണ്ട്. ഉപ്പുവെള്ളത്തിലും ശുദ്ധജലത്തിലും തണുത്ത വെള്ളത്തിലും വൈറസ് മാസങ്ങളോളം നിലനിൽക്കും. അങ്ങനെയാണ് ആ സമയത്താണ് ആ വെള്ളം കുടിക്കുന്നവർക്കൊക്കെയാണ് ഇത് പകരാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ രോഗി ഉപയോഗിച്ച തുണി ഉപയോഗിക്കുന്നവർക്ക് അല്ലേ, അങ്ങനെയൊക്കെ വരുമല്ലേ ഇത്? എന്ത് ചെയ്താലും, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ കൈ നല്ല വൃത്തിയായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകിയില്ല എങ്കിൽ ആ സ്പർശനത്തിലൂടെ പോലും ഈ രോഗാണുക്കൾ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന പേരിൽ നിന്ന് സൂചിപ്പിക്കുന്നത് പോലെ മഞ്ഞ നിറം ആണ് അതിന്റെ പ്രധാന ലക്ഷണം. കരളിനെ ബാധിക്കുന്നത് കൊണ്ടാണ് മഞ്ഞ നിറം വരുന്നത്. മറ്റ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതിന്? മഞ്ഞപ്പിത്തത്തിന്റെ മറ്റ് ലക്ഷണങ്ങൾ, അതായത് ചെറിയ പനിയെ സാധാരണ മഞ്ഞപ്പിത്തത്തിന് ഉണ്ടാവാറുള്ളൂ. വിശപ്പില്ലായ്മയാണ് വേറൊരു ലക്ഷണം. അതുപോലെ വയറുവേദന ഉണ്ടാവും, ഛർദി ഉണ്ടാവാം, ക്ഷീണമുണ്ടാവാം, കണ്ണുകളിലും നഖത്തിലും ഒക്കെ മഞ്ഞ കളർ ഉണ്ടാവും. ചർമ്മത്തിലൊക്കെ. അതെ. ഞാൻ ഇപ്പോൾ അടുത്തൊരു മഞ്ഞപ്പിത്ത പേഷ്യന്റിനെ കണ്ടു, മൊത്തം മഞ്ഞയാണ്. അദ്ദേഹത്തിനോട് ചോദിച്ച സമയത്ത് അദ്ദേഹം കാശ്മീരിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എന്ത് വെള്ളം അവിടുന്ന് കുടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇവിടെ മേലെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം, മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം അത് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് ശുദ്ധജലമാണെന്നുള്ള ധാരണ. ഒരു മഞ്ഞപ്പിത്ത പേഷ്യന്റ് ആ വഴിക്ക് വിസർജിക്കുന്നതാണെങ്കിൽ ആ വെള്ളത്തിലൂടെ ആ രോഗാണുക്കൾ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണ് അദ്ദേഹത്തിന് വന്നത്. പിന്നെ സാധാരണഗതിയിൽ ഇപ്പോൾ രോഗാണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിന്റെ ലക്ഷണങ്ങൾ കാണിക്കാൻ എത്ര സമയമെടുക്കും? 2 ആഴ്ച മുതൽ 5 ആഴ്ച കൊണ്ടാണ് ലക്ഷണങ്ങൾ കാണിക്കുക, പുറത്തു വരിക. അപൂർവമായിട്ട് കുറച്ചും കൂടി നീണ്ടു നിൽക്കാൻ ലക്ഷണങ്ങളൊക്കെ വരാൻ. ചിലവർ കീറിയറായിട്ട് നിൽക്കും, പുറത്ത് രോഗാണുക്കൾ ശരീരത്തിലുണ്ടാവും, പക്ഷേ ലക്ഷണങ്ങളൊന്നും പുറത്ത് കാണിക്കില്ല. പക്ഷെ അവരിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യത. അങ്ങനെ ഒരു ചെറിയ കുട്ടിക്ക് വന്ന ഒരു അനുഭവമുണ്ട്. അതായത് എവിടുന്നാണ് വന്നതെന്ന് യാതൊരു നിശ്ചയമില്ല. അപ്പോൾ അമ്മയെ പരിശോധിക്കുമ്പോഴാണ് കുട്ടിയുടെ അമ്മക്ക് ഈ രോഗമുണ്ട്, പക്ഷേ ലക്ഷണമൊന്നും കാണിച്ചിട്ടില്ല. അത് വഴിയാണ് ചെറിയ 1.5 വയസ്സുള്ള കുട്ടിക്ക് വന്നത്. ചെറിയ കുട്ടികൾക്ക് വന്നാൽ വലിയ ബുദ്ധിമുട്ടൊന്നും സാധാരണ ഉണ്ടാവാറില്ല. ഇതിന് ഒരു വൈറസ് ബാധയായതുകൊണ്ട് ചികിത്സ ലഭ്യമായിരിക്കുകയില്ലേ അല്ലേ? നമ്മൾ നിയന്ത്രണത്തിലൂടെയും അതുപോലെ മറ്റു കാര്യങ്ങളിലൂടെയും ഇതിനെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റില്ലേ? ഹെപ്പറ്റൈറ്റിസ് A എന്ന് പറയുന്നത് ഏകദേശം തനിയെ ഓട്ടോമാറ്റിക് മാറുന്ന ഒരു അസുഖമാണ്. A ആണെങ്കിൽ അത് തനിയെ വിശ്രമിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, അതായത് കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുക, എങ്കിൽ കൂടി ഡോക്ടറുടെ നിർദ്ദേശാനുസരണം വേണ്ടുന്നത് ചെയ്യുന്നതാണ്. അതെ, ഡോക്ടറുടെ നിർദ്ദേശാനുസരണം വേണ്ടത് ചെയ്യാം. എങ്ങനെ ഈ രോഗം വരാതെ നമുക്ക് ശ്രദ്ധിക്കാം? അതാണല്ലോ ഏറ്റവും കൂടുതൽ പ്രധാനമുള്ളത്. അതായത് ഇത് ഹെപ്പറ്റൈറ്റിസ് A, വൈറൽ ഹെപ്പറ്റൈറ്റിസ് വരാതെ നോക്കുന്നതാണ് ഏറ്റവും വന്ന് ചികിത്സിക്കുന്നതിനേക്കാണ് നല്ലത് ചെയ്യേണ്ടത്. അതായത് ഭക്ഷണത്തിന് മുമ്പും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈ നല്ലോണം സോപ്പ് ഉപയോഗിച്ച് കഴുകുക. അതുപോലെ കുടിക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശം എല്ലാവർക്കും കൊടുക്കുക. അത് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തിളച്ച വെള്ളത്തിൽ ഒരു കാരണവശാലും പച്ചവെള്ളം കലർത്തി മിക്സ് ചെയ്യാനേ പാടില്ല. അതുപോലെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വെള്ളം കൊടുത്തു വിട്ടാൽ ആ വെള്ളം തന്നെ കുടിക്കാൻ വേണ്ടി അവരോട് പറയാം. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കണം. അതുപോലെ കിണറിലെ വെള്ളം ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിട്ട് ഒരു വർഷത്തിൽ ഒരു 4-5 പ്രാവശ്യം ക്ലോറിനേഷൻ നടത്തുന്നത് ഏറ്റവും ഉചിതമാണ്. പ്രത്യേകിച്ചും ഈ മഴക്കാലത്ത് അല്ലേ, പുറമേ നിന്നുള്ള വെള്ളം ഒക്കെ ഒഴുകി കിണറിലേക്ക് വരാനുള്ള, ജലാശയങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടല്ലോ. അതുപോലെ മഞ്ഞപ്പിത്തം നേരത്തെ പറഞ്ഞല്ലോ, വിസർജ്യത്തിലൂടെയാണ് ഉണ്ടാവുക കൂടുതലും. അപ്പോൾ ഈ കക്കൂസ് ടാങ്കും കിണറും തമ്മിലുള്ള അകലം ഒരു മിനിമം 7.5 മീറ്റർ ഇല്ല എങ്കിൽ ഡയറക്റ്റായിട്ട് കിണറിലേക്ക് വരും.
ബ്ലീച്ചിങ് പൗഡർ ഒന്നും ഉപയോഗിക്കാതെ ഡയറക്റ്റായിട്ട് ആ കിണറിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചവർക്ക് ഇത് വരാനുള്ള തീർച്ചയായും സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഭക്ഷണ സാധനങ്ങൾ ഈച്ച വന്നിരിക്കാത്ത വിധത്തിൽ അടച്ചു വെക്കണം. ഈച്ച ഒരു പ്രധാന ഘടകമാണ്. അത് ശരി. ചില കാലങ്ങളിൽ നമ്മൾ ഈച്ച ശല്യം കൂടുതലായിട്ട് ഉണ്ടാവും അല്ലേ, പ്രത്യേകിച്ച് മഴക്കാലത്ത്. അപ്പോൾ തുറന്നു വെച്ച ഭക്ഷണ സാധനത്തിൽ ഈച്ച വന്നിരിക്കും. വിസർജ്യത്തിൽ ഇരുന്ന ഈച്ച വീണ്ടും നമ്മുടെ ഭക്ഷണ സാധനത്തിൽ വന്നിരിക്കുമ്പോൾ ഈ രോഗാണു വാഹകരായി മാറും. തീർച്ചയായും. അതുപോലെ പഴങ്ങളും പച്ചക്കറികളും നല്ലോണം കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ പാത്രങ്ങൾ സാധാരണ വെള്ളത്തിലാണ് കഴുകിയിട്ടുണ്ടാവുക. അതൊന്നുകൂടി തിളച്ച വെള്ളത്തിൽ കഴുകിയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് മഞ്ഞപ്പിത്തം മാത്രമല്ല ഒരുവിധം എല്ലാ മാറി നിൽക്കാൻ പറ്റും അല്ലേ. കൈ കഴുകലൊരു പ്രധാന ഘടകമാണ്. നമ്മുടെ ഈ കോവിഡ് വന്ന സമയത്താണ് ഇതിനെപ്പറ്റി കൂടുതൽ ബോധവാന്മാരാകുന്നത്. പക്ഷെ ആ കാലത്ത് മാത്രമല്ല, എല്ലാ കാലത്തും കൈയും ഇല്ലേ നമ്മുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ ശുചിത്വത്തോടുകൂടി ഉപയോഗിക്കാൻ ശീലിക്കുന്നത് നമുക്ക് ആരോഗ്യപരമായ ഒരു ജീവിതം നയിക്കാനുള്ള സാധ്യത കൂടുതൽ തരും എന്നുള്ളതാണ്. പിന്നെ ഈ മഞ്ഞപ്പിത്തം ബാധിച്ച രോഗികളൊക്കെ ബസ്സിലൊക്കെ പോകുമല്ലോ, ഡോക്ടറെ കാണാനൊക്കെ പോകും. അപ്പോൾ കമ്പികളിലൊക്കെ ഈ രോഗാണുക്കൾ ഉണ്ടാവുമല്ലോ കൈ പിടിക്കുമ്പോൾ. അതെ, അപ്പോൾ ആ കമ്പികളിൽ തന്നെയാണ് നമ്മൾ വീണ്ടും പിടിക്കുക. അപ്പോൾ നമ്മൾ അവിചാരിതമായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ബട്ടനെ ഉണ്ടാവും ഒരു ചായയും പഴംപൊരിയും തരുന്നത്. അതെ. അപ്പോൾ ആ സമയത്ത് വെച്ചാൽ കൈ കഴുകാനൊന്നും സാധാരണ ആരും ശ്രമിക്കാറില്ല. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഒരു പഴംപൊരിയുടെ ഒരു ഭാഗം മാത്രം പിടിച്ചിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്തിട്ട് ആ പിടിച്ച ഭാഗം കളഞ്ഞിട്ട് എങ്കിലും ഉപയോഗിക്കാൻ ശ്രമിക്കണം. അത്ര പോലും കൈ കഴുകണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും. നമ്മളെ ജീവിത രീതി തന്നെയാണ് നമ്മളെ രോഗങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്നത് കുറേയൊക്കെ. അതായത് നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഈ എലിപ്പനിയും മഞ്ഞപ്പിത്തവും നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റും. വരാതെ നോക്കാൻ പറ്റും. പിന്നെ ഏത് അസുഖങ്ങൾ വന്നാലും നമ്മൾ സ്വയം ചികിത്സ നടത്താതെ അല്ലേ ഒരു വിദഗ്ധ ഡോക്ടറുടെ സേവനം, ആരോഗ്യ പ്രവർത്തകരുടെ സേവനം നമുക്ക് തേടാവുന്നതാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ലഭ്യവുമാണ് വളരെ കൈയെത്തുന്ന അകലത്തിൽ. കാരണം എന്ന് വെച്ചാൽ മിനിമം ആയിട്ടുള്ള അറിവ് വെച്ചിട്ട് ചികിത്സ നടത്തിയാൽ ഡേഞ്ചറിലേക്ക് പോകും. അതെ. മഞ്ഞപ്പിത്തം, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് കൂടാളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വി സത്യനുമായി ടി കെ ഉണ്ണികൃഷ്ണൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.